ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി ബ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബയോളജി, ലൈഫ് സയൻസ് എന്നീ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട BSc സുവോളജി, MSc സുവോളജി, അതുപോലെ CSIR നെറ്റ് JRFന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുമായി വളരെ ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പുതിയ സീരീസ് നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗും ഇൻഫർമേറ്റീവുമായി നിങ്ങൾക്ക് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയിൽ എത്തോളജിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത്തോളജി എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തു വന്നത് രണ്ട് ഗ്രീക്ക് വേർഡ്സിൽ നിന്നുമാണ്. ഒന്ന് ഇത്തോസും മറ്റൊന്ന് ലോഗോസും. തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ മീനിങ് ആണ് ക്യാരക്ടർ, ലോഗോസിന്റെ ആണെങ്കിൽ സ്റ്റഡി, ദാറ്റ് മീൻസ് ക്യാരക്ടർ സ്റ്റഡി. അപ്പോൾ ഇത്തോളജി എന്ന് പറയുന്ന ഒരു വേർഡിന്റെ മീനിങ് എന്താണ്? ക്യാരക്ടർ സ്റ്റഡി എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ പഠിക്കുന്ന പല സയൻസ് ടേംസും ഒന്നെങ്കിൽ ഗ്രീക്ക് അല്ലെങ്കിൽ ലാറ്റിൻ ലാംഗ്വേജസിൽ നിന്നുള്ളവയായിരിക്കും. കാരണം ഈ ലാംഗ്വേജസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവയുടെ ബർത്ത് മുതൽ എൻഡ് വരെ ഈ ലാംഗ്വേജസിൽ ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് പുതിയ വാക്കുകൾ ആഡ് ചെയ്യുകയോ ഉള്ളവ റിമൂവ് ചെയ്യുകയോ ചെയ്യില്ല. ഇത്തരത്തിൽ യൂണിഫോമും യുണീക്കുമായ ലാംഗ്വേജസിൽ നിന്നും സയൻസ് ടേംസ് എടുക്കുന്നത് വഴി സയന്റിഫിക് വേൾഡിൽ കൺഫ്യൂഷൻ വരില്ല. ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് കാരണം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജസിനെ ഡെഡ് ലാംഗ്വേജ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ദെൻ എത്തോളജി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ സ്റ്റഡി ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും ആനിമൽസിന്റെ ക്യാരക്ടർ സ്റ്റഡി, ആനിമൽസിന്റെ ബേഡ്സിന്റെ ഒക്കെ ക്യാരക്ടർ സ്റ്റഡിയാണ് എത്തോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്തോളജിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് കൊനാഡ് ലോറൻസ് എന്ന് പറയുന്ന ഒരു എത്തോളജിസ്റ്റ് ആണ്. അപ്പൊ എന്താണ് ഫാദർ ഓഫ് എത്തോളജി എന്നറിയപ്പെടുന്നത്? ആരാണ്? കൊനാഡ് ലോറൻസ് ആണ്. കൊനാഡ് ലോറൻസ് ആണ് ഫാദർ ഓഫ് എത്തോളജി എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ സുവോളജിസ്റ്റും ഇത്തോളജിസ്റ്റും ഓർണിത്തോളജിസ്റ്റും ഒക്കെയാണ്. അപ്പൊ എന്താണ്? കൊനാഡ് ലോറൻസ് ഒരു ഓസ്ട്രേലിയൻ സുവോളജിസ്റ്റും ഇത്തോളജിസ്റ്റും ഓർണിത്തോളജിസ്റ്റും ഒക്കെയാണ്. സോ ഇദ്ദേഹം എത്തോളജി എന്ന ഫീൽഡിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആനിമൽ ബിഹേവിയറിനെ പറ്റിയിട്ട് ഒരുപാട് സ്റ്റഡീസ് നടത്തിയത് മൂലം ഇദ്ദേഹത്തെ ഫൗണ്ടർ ഓഫ് മോഡേൺ സ്റ്റഡി ഓഫ് ആനിമൽ ബിഹേവിയർ എന്നും അറിയപ്പെടുന്നു. അപ്പം എന്താണ്? ഫൗണ്ടർ ഓഫ് മോഡേൺ സ്റ്റഡി ഓഫ് ആനിമൽ ബിഹേവിയർ എന്നും അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇത്തോളജി എന്ന സ്ഥാനം വഹിക്കുന്ന കൊനാഡ് ലോറൻസിനെയാണ്. 1973 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. ഇത്തോളജി എന്ന ഫീൽഡിൽ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് മാനിച്ചാണ്, അതായത് ഇത്തോളജി എന്ന ഫീൽഡിൽ ഇദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസ് മാനിച്ചാണ് ഇദ്ദേഹത്തിന് 1973 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനിൽ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഇദ്ദേഹത്തിനൊപ്പം നോബൽ പ്രൈസ് പങ്കിട്ടവരാണ് നിക്കോളാസ് ടിൻബർഗൻ, അതുപോലെ കാൾ വോൺ ഫ്രിസ്റ്റും. ആരൊക്കെയാണ്? നിക്കോളാസ് ടിൻബർഗനും കാൾ വോൺ ഫ്രിസ്റ്റുമാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നോബൽ പ്രൈസ് പങ്കിട്ടത്. എന്നാണ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്? 1973. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില ബുക്സ് ആണ് കിങ് സോളമൻസ് റിംഗ് ഓൺ അഗ്രഷൻ, മാൻ മീറ്റ്സ് ഡോഗ്. ഏതൊക്കെയാണ്? കിങ് സോളമൻസ് റിംഗ് ഓൺ അഗ്രഷൻ, മാൻ മീറ്റ്സ് ഡോഗ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഹിയർ ആം ഐ വേർ ആർ യു. ഹിയർ ആം ഐ വേർ ആർ യു. ഈ ഒരു ബുക്കാണ് ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് വർക്ക് എന്നറിയപ്പെടുന്നത്. ഇതിൽ അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റിയുള്ള ഒരു സമ്മറിയും ഗ്രേലാഗ് ഗീസിന്റെ സ്റ്റഡീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്താണ്? ഇദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു സമ്മറിയും അതുപോലെ ഗ്രേലാഗ് ഗീസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഹിയർ ആം ഐ വേർ ആർ യു എന്ന ടെക്സ്റ്റാണ് ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് ടെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് വർക്ക് ഇതിനകത്താണ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തോളജി എന്ന ബ്രാഞ്ച് എങ്ങനെയാണ് ഇത്രയും ഡെവലപ്പ് ചെയ്തു വന്നതെന്നും അതിന്റെ ഡെവലപ്പിന് വേണ്ടി ഹെൽപ്പ് ചെയ്ത പ്രധാനപ്പെട്ട ഇത്തോളജിസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറാലിസ്റ്റ് ആരൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ആനിമൽ ബിഹേവിയറിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഒരു വാലിഡ് ആയ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന അരിസ്റ്റോട്ടിൽ ആയിരുന്നു. എന്താണ്? ആനിമൽ ബിഹേവിയറിനെ പറ്റിയിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആദ്യം നൽകുന്നത് ആരാണ്? ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള അരിസ്റ്റോട്ടിലാണ്. കാലഘട്ടം BC 372. BC 372 കാലഘട്ടത്തിലാണ് ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന അരിസ്റ്റോട്ടിൽ ആനിമൽ ബിഹേവിയറിനെ പറ്റിയിട്ട് ആദ്യമായിട്ടൊരു വാലിഡ് ഡിസ്ക്രിപ്ഷൻ നൽകുന്നത്. ഇദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിയ അനിമേലിയം എന്ന ബുക്കിലാണ് ഇദ്ദേഹം ഈ വർക്കൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നത്. പല പതിപ്പുകളിൽ ഈ പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ആനിമൽ തമ്മിലുള്ള 4 തരത്തിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയിട്ടാണ് അരിസ്റ്റോട്ടിൽ ഈ ഒരു പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ഇദ്ദേഹത്തിന്റെ ബുക്കിന്റെ പതിപ്പുകളിൽ ചില പർട്ടിക്കുലർ ബോഡി പാർട്സിന്റെ ഡിഫറൻസിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ബുക്സ് 5, 6, 7 and 9 എന്നീ പതിപ്പുകളിൽ അവയുടെ ജീവിത രീതിയെ പറ്റിയും പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയിട്ടുമാണ് ഈ പതിപ്പുകളിൽ ഇദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ 8th ബുക്കിൽ ചില സ്പെസിഫിക് ക്യാരക്ടേഴ്സിലുള്ള ഡിഫറൻസിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇത്തരത്തിലായിരുന്നു അരിസ്റ്റോട്ടിലിന്റെ ആനിമൽ ബിഹേവിയറുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ്. അരിസ്റ്റോട്ടിലിന് ശേഷം ഇത്തോളജിയിൽ കോൺട്രിബ്യൂഷൻസ് നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് വില്യം ഹാർവി. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫിസിഷ്യനാണ്. 17th സെഞ്ചുറിയിൽ 1601 1700 കാലഘട്ടത്തിലും ഇടയിലായിട്ടാണ് വില്യം ഹാർവിയുടെ ഇത്തരത്തിലുള്ളൊരു സ്റ്റഡി നടക്കുന്നത്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫിസിഷ്യനാണ്. ബേഡ്സിന്റെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം സ്റ്റഡി നടത്തിയത്. പ്രധാനമായിട്ടും അവയുടെ നെസ്റ്റിങ്, അവയുടെ റൂസ്റ്റിങ്, അതായത് അവയുടെ ഉറക്കം, അവയുടെ ബ്രീഡിംഗ് അല്ലെങ്കിൽ പ്രജനനം,
അവയുടെ ബ്രൂഡിങ് അല്ലെങ്കിൽ അവ വെറുതെ ഇരിക്കുന്ന സമയം. സോ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് ബേഡ്സിൻ്റെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്റ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആര് നടത്തിയിട്ടുണ്ട്? ഇംഗ്ലീഷ് ഫിസിഷ്യനായിട്ടുള്ള വില്യം ഹാർവി 17th സെഞ്ചുറിയിൽ നടത്തിയിട്ടുണ്ട്. സോ ഈ സ്റ്റഡീസും ഇത്തോളജി എന്ന ബ്രാഞ്ചിന് വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് നൽകിയത്. അതിനുശേഷം 1859 ഫ്രഞ്ച് സുവോളജിസ്റ്റായ ജിയോഫ്രൈ സെയിന്റ് ഹിലേരിയാണ് ഇത്തോളജി എന്നൊരു ടേം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം എന്താണ്? ഫ്രഞ്ച് സുവോളജിസ്റ്റ് ആയിട്ടുള്ള ജിയോഫ്രൈ സെയിന്റ് ഹിലേരിയാണ് 1859 ഇത്തോളജി എന്നൊരു ടേം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. തുടർന്ന് 1870 ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷ് ബയോളജിസ്റ്റ് ആയിരുന്ന ഡഗ്ലസ് അലക്സാണ്ടർ സ്പാൾഡിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ബിഹേവിയറിനെ പറ്റിയും എൻവയോൺമെന്റ് വഴി നമുക്ക് കിട്ടുന്ന ബിഹേവിയറിനെ പറ്റിയിട്ടുമുള്ള റിലേഷനെ പറ്റി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. നമ്മളിൽ ഇൻബോൺ ബിഹേവിയർ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിനെ പറ്റി ഇദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഇതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി നടത്തിയ ബയോളജിസ്റ്റ് ആണ് ജോൺ ലുബോക്ക്. ഇദ്ദേഹം ഇൻസെക്ട്സ് ആയിട്ടുള്ള ആൻസ്, ബീസ്, വാസ്പ് എന്നിവയുടെ സോഷ്യൽ ബിഹേവിയറിൽ ചില അനലിറ്റിക്കൽ സ്റ്റഡീസ് നടത്തുകയുണ്ടായി. ഈ സ്റ്റഡീസും എത്തോളജി എന്ന ബ്രാഞ്ചിന്റെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇതിനുശേഷം വന്നൊരു ബയോളജിസ്റ്റ് ആണ് ചാൾസ് ഡാർവിൻ. 1872 കാലഘട്ടത്തിൽ ബയോളജിസ്റ്റായിരുന്ന ചാൾസ് ഡാർവിൻ ആദ്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും സയന്റിഫിക് ആയിട്ടുള്ളൊരു ആനിമൽ ബിഹേവിയറിന്റെ സ്റ്റഡി നടത്തുകയുണ്ടായി. ആദ്യമായിട്ടാണ് വളരെ സിസ്റ്റമാറ്റിക്കും സയന്റിഫിക്കുമായിട്ടുള്ളൊരു സ്റ്റഡി ആനിമൽ ബിഹേവിയറിൽ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഇദ്ദേഹം കൊണ്ടുവന്നൊരു തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ പ്രധാനമായും പറയുന്നത് ആനിമൽ ബിഹേവിയറും എവല്യൂഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ആനിമൽ ബിഹേവിയറും എവല്യൂഷനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ ചാൾസ് ഡാർവിൻ സമർത്ഥിച്ചു. ഇദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിലാണ് പബ്ലിഷ് ചെയ്തത്. ദ എക്സ്പ്രഷൻസ് ഓഫ് ഇമോഷൻസ് ഇൻ മാൻ ആൻഡ് ആനിമൽസ് എന്നുള്ള ഇദ്ദേഹത്തിന്റെ ബുക്കിൽ നാച്ചുറൽ സെലക്ഷനെ പറ്റിയിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു വെച്ചു. ഇതിനുശേഷം പ്രധാനപ്പെട്ട ഒരു വർക്ക് എവല്യൂഷണറി ബയോളജിസ്റ്റ് ആയിരുന്ന ജോർജ് ജോൺ റൊമാനസിന്റേതായിരുന്നു. ആനിമൽസിന്റെ കൊഗ്നിറ്റീവ് എബിലിറ്റീസും അവയുടെ ബിഹേവിയറിനെ പറ്റി ഡീറ്റെയിൽ ആയി പഠിച്ച ഇദ്ദേഹം ആനിമൽ ഇന്റലിജൻസ് എന്നൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. 1882 കാലഘട്ടത്തിലെ ഒരു ക്ലാസിക്കൽ വർക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പഠനങ്ങൾ. അതിനുശേഷം 1896 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് എത്തോളജിസ്റ്റ് ആയിരുന്ന ലിയോഡ് മോർഗൻ ഇത്തോളജിയും സൈക്കോളജിയും കണക്ട് ചെയ്ത് ഒരു എവല്യൂഷണറി അപ്രോച്ച് നടത്തി. ഹാബിറ്റ് ആൻഡ് ഇൻസ്റ്റിക്റ്റ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഈ ബുക്കിൽ ഇത്തോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പെരിമെന്റ്സും അതിന്റെ പഠനങ്ങളും അദ്ദേഹം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഏകദേശം ഇത്രയും എത്തോളജിസ്റ്റുമാരുടെ കോൺട്രിബ്യൂഷൻസോടുകൂടി തന്നെ ഇത്തോളജി എന്നൊരു ബ്രാഞ്ച് വളരെയധികം വികാസം പ്രാപിച്ചിരുന്നു. 20th സെഞ്ചുറി കഴിഞ്ഞപ്പോഴേക്കും ബയോളജിക്കൽ സയൻസിൽ നിന്നും ഇത്തോളജി എന്നൊരു ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചായി മാറിക്കഴിഞ്ഞിരുന്നു. തുടർന്ന് ഇത്തോളജിയിൽ വലിയ സംഭാവനകൾ നൽകിയ എത്തോളജിസ്റ്റുമാരായിരുന്നു സോക്കോലോവ്, നിക്കോളാസ് ടിൻബർഗൻ, കൊനാഡ് ലോറൻസ്, കോൾ വോൺ ഫ്രിസ്റ്റ്. ഇത്തോളജിയിലുള്ള ഇവരുടെ സംഭാവനകൾ മാനിച്ച് 1973 ലോറൻസ്, ടിൻബർഗൻ, കോൾ വോൺ ഫ്രിസ്റ്റ് എന്നിവർക്ക് ഫിസിയോളജി ആൻഡ് മെഡിസിനിൽ നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ആദ്യമായിട്ടാണ് എത്തോളജിസ്റ്റുകൾക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഡിസ്കവറീസ് ഓൺ ദി ഓർഗനൈസേഷൻ ആൻഡ് എലിസിറ്റേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ബിഹേവിയർ പാറ്റേൺ എന്ന ടോപ്പിക്കിലുള്ള ഇവരുടെ കോൺട്രിബ്യൂഷൻസിനാണ് ലോറൻസ്, ടിൻബർഗൻ, കോൾ വോൺ ഫ്രിസ്റ്റ് എന്നിവർക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഇത്തോളജി എന്ന ബ്രാഞ്ചിന്റെ തുടക്കകാലത്ത് പല തിയറീസിലും അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് കമ്പാരറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സൈക്കോളജി ഫോളോ ചെയ്തിരുന്നവരും മറ്റൊന്ന് പ്യുവർ എത്തോളജിസ്റ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ എത്തോളജി ഫോളോ ചെയ്തിരുന്നവരും. കമ്പാരറ്റീവ് സൈക്കോളജിയിൽ ആനിമൽ ബിഹേവിയറിന്റെ സ്റ്റഡീസ് ലബോറട്ടറി സെറ്റിംഗ്സിലാണ് നടത്തിയിരുന്നത്. ആനിമൽ ബിഹേവിയറിന്റെ കമ്പാരറ്റീവ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട സ്റ്റഡീസിൽ പ്രധാനപ്പെട്ട ഒരു എത്തോളജിസ്റ്റ് ആയിരുന്നു ജോൺ ബി വാട്സൺ. ഇദ്ദേഹത്തിന്റെ പഠനങ്ങളും നിഗമനങ്ങളും 1924 ബിഹേവിയറിസം എന്ന ബുക്കിലൂടെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഈ ബുക്കിൽ ഇദ്ദേഹം പ്രതിപാദിക്കുന്നത് ആനിമൽസിന്റെ ഒബ്സർവബിൾ ബിഹേവിയറിൽ ഫോക്കസ് ചെയ്യാനാണ്. അതായത് സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ മൃഗങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കാൻ അദ്ദേഹം ശാസ്ത്ര സമൂഹത്തോട് തന്റെ ബുക്കിലൂടെ പറയുന്നു. എന്നാൽ ആനിമൽസിന്റെ എത്തോളജി പഠിക്കാൻ അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് തന്നെ ചൂസ് ചെയ്യണം എന്ന അഭിപ്രായക്കാരാണ് ക്ലാസിക്കൽ എത്തോളജി ഫോളോ ചെയ്തിരുന്നവർ. കൊണാഡ് ലോറൻസും നിക്കോളാസ് ടിൻബർഗനും ഈ വിഭാഗക്കാരായിരുന്നു. ഇത്തരത്തിൽ പല തിയറീസിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ഈ വിഭാഗക്കാർ ജനറലായ ഒരു പോയിന്റിൽ പരസ്പര തർക്കങ്ങളില്ലാതെ വിശ്വസിച്ചിരുന്നു. അതായത് ഒരു സ്പീഷീസിലുള്ള എല്ലാ മെമ്പേഴ്സിനും കിട്ടുന്ന ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺസ് തുല്യമാണ് എന്നുള്ളത്. അതായത് ദ ഇൻഹെറിറ്റഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആർ കോമൺ ടു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് എന്നാണ്. ദ ഇൻഹെറിറ്റഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആർ കോമൺ ടു ഓൾ ദി മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ്. പണ്ട് കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്ന് എത്തോളജിക്കൽ സ്റ്റഡീസിൽ ഒരുപാട് അഡ്വാൻസസ് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓഡിയോ വിഷ്വൽ ടെക്നോളജി. എന്താണ് ഓഡിയോ വിഷ്വൽ ടെക്നോളജി? ഇതെന്തിനായിരിക്കും യൂസ് ചെയ്യുക? ഫോർ റെക്കോർഡിംഗ്, അനലൈസിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആനിമൽ ബിഹേവിയർ.
ആനിമൽ ബിഹേവിയർ റെക്കോർഡ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും അത് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഓഡിയോ വിഷ്വൽ ടെക്നോളജി സാധാരണയായി യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഓഡിയോ വിഷ്വൽ ടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ക്യാമറ കാണും, അതുപോലെ ഒരു മൈക്രോഫോണും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും കാണും. ഈ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഈ ആനിമൽ ബിഹേവിയർ പകർത്തുന്നത്. ഒപ്പം അതിന്റെ വോക്കലൈസേഷൻസും അവർ റെക്കോർഡ് ചെയ്യാറുണ്ട് മൈക്രോഫോൺസ് യൂസ് ചെയ്തിട്ട്. ശേഷം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു, ആ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യുകയും അത് അനലൈസ് ചെയ്ത് എന്ത് ബിഹേവിയർ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുപോലെ എത്തോളജിക്കൽ ഫീൽഡിൽ വളരെ വാല്യുബിളായിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു ടൂളാണ് ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി. ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിയെ ഇൻഫ്രാറെഡ് തെർമോഗ്രഫി എന്നും അറിയപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും ഇവ യൂസ് ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഫസ്റ്റ് വൺ, ടു അനലൈസ് നോൺ ഇൻവേസീവ് അസസ്മെന്റ് ഓഫ് ഇമോഷൻസ് എന്ന് വെച്ചാൽ ഇതുവഴി ആനിമൽസിന്റെ സർഫസ് ടെമ്പറേച്ചറും അവരുടെ നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള ഫിയർ, ആങ്സൈറ്റി, അതുപോലെ തന്നെ അവരുടെ ടെമ്പറേച്ചർ ചേഞ്ചസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി വഴി കഴിയുന്നുണ്ട്. അതുപോലെ അവയുടെ തെർമോ റെഗുലേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവയുടെ സ്ട്രെസ്സും അവയുടെ ഡിസീസ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അതുപോലെ അവയുടെ നൊക്ടേണൽ ബിഹേവിയർ എങ്ങനെയാണെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാം. അതുപോലെ വൈൽഡ് ലൈഫിലും അതുപോലെ തന്നെ ക്യാപ്റ്റീവ് ആനിമൽസിലും ഇതിന് വളരെയധികം ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ടൂളാണ് ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി. എന്താണ് ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി? ലോങ് ടൈം ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺസ് മനസ്സിലാക്കാനാണ് ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ലോങ് ടൈം ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺസ് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ മെത്തേഡ് വഴിയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫിയുടെ പ്രാധാന്യം ഇവിടെ വരുന്നത്. പ്രധാനമായിട്ടും ആനിമൽസിന്റെ ആക്ടിവിറ്റി പാറ്റേൺസ് പഠിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റി പാറ്റേൺസ് എന്ന് പറയുമ്പോൾ അവയുടെ ഫീഡിംഗ് മൂവ്മെന്റ് എങ്ങനെയാണ്, അതുപോലെ അവരുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾസ് എങ്ങനെയാണ്, അവ ഉറങ്ങുന്നത് എപ്പോഴാണ്, ഉണരുന്നത് എപ്പോഴാണ് എന്നുള്ള സ്ലീപ്പ് വേക്ക് സൈക്കിൾസിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എന്തുപയോഗിക്കാം, ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി നമുക്ക് യൂസ് ചെയ്യാം. ഇനി അത് മണിക്കൂറുകൾ സമയമുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ദിവസങ്ങൾ സമയമെടുക്കുന്നതാണെങ്കിലോ ഈവൻ ആഴ്ചകൾ സമയമെടുക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി യൂസ് ചെയ്തിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ആ ഒരു ബിഹേവിയറൽ പാറ്റേൺസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആനിമൽസ് തമ്മിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസും നമുക്ക് ഇതുവഴി മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് രണ്ട് ആനിമൽസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതെന്നും അവ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതെന്നും അവയുടെ ഹൈറാർക്കിയൽ ഡോമിനൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മാറുന്ന എൻവയോൺമെന്റിനനുസരിച്ചുള്ള ഇവയുടെ റെസ്പോൺസ് എങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ കഴിയും. അതായത് വെതർ പാറ്റേൺസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവ എങ്ങനെ അതിജീവിക്കുന്നു, എന്തെങ്കിലും ഹാബിറ്ററ്റ് ഓൾട്ടറേഷൻ സംഭവിച്ചാൽ അവ അത് എങ്ങനെ അതിജീവിക്കുന്നു, അതുപോലെ എന്തെങ്കിലും ഒരു പ്രഡേറ്റർ, ഒരു ഇരപിടിയന്റെ പ്രസൻസിൽ ഇവരെങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അവർ മറികടക്കുന്നത്, ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി എന്ന ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിത്തോളജിയിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടൂളാണ് സ്ലോ മോഷൻ സിനിമാറ്റോഗ്രാഫി. എന്താണ് സ്ലോ മോഷൻ സിനിമാറ്റോഗ്രാഫി? ഇത് പ്രധാനമായിട്ട് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത പല ബിഹേവിയറും നമുക്ക് സ്ലോ മോഷൻ സിനിമാറ്റോഗ്രാഫിയിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതായത് ചില ആനിമൽസിന്റെ ബിഹേവിയർ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുക. സോ അത്തരത്തിലുള്ള ബിഹേവിയർ നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് എന്താണ് അത് കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. സോ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്ലോ മോഷൻ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. കൂടാതെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ ആയിരിക്കും നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹമ്മിങ് ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അവയുടെ വിങ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഒരു ചീറ്റ റൺ ചെയ്യുന്ന സമയത്ത് അവയുടെ കാൽപാദം എങ്ങനെയാണ് തറയിൽ പതിക്കുന്നതെന്നും എന്നൊക്കെ നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫ്രോഗ് ടങ്ക് യൂസ് ചെയ്തിട്ട് അതിന്റെ പ്രയെ ക്യാപ്ചർ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വളരെ സ്പീഡിൽ നടക്കുന്ന ഒരു ബിഹേവിയർ വളരെ സ്ലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ടൂള് ക്യാപ്ചർ ചെയ്ത് നമുക്ക് തരും. അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയറിനെ നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഒരു ആനിമലിന്റെ റിയാക്ഷൻ ടൈം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ആ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ആ ഒരു റിയാക്ഷൻ നമ്മൾ സ്ലോ മോഷൻ ചെയ്യുന്നത് വഴി അത് റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിൽ കിട്ടുന്ന ഡേറ്റ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ കിട്ടുന്ന ആനിമൽ ബിഹേവിയേഴ്സിന്റെ ഡേറ്റ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫർദർ റിസർച്ചിനും അതുപോലെ തന്നെ എഡ്യൂക്കേഷനൊക്കെ എന്താണ് ഇത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. അതുപോലെ എത്തോളജിയിൽ ഉപയോഗിക്കുന്ന മറ്റ് ടൂൾസ് ആണ് മിനിയേച്ചർ കാസറ്റ് ടേപ്പ് റെക്കോർഡ്സ്. ഒന്നെന്താണ് മിനിയേച്ചർ കാസറ്റ് ടേപ്പ് റെക്കോർഡ്സ്, അതുപോലെ സൗണ്ട് സ്പെക്ട്രോഗ്രാഫ്സ്. സോ ഇവ രണ്ടും ആനിമൽസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് മിനിയേച്ചർ കാസറ്റ് ടേപ്പ് റെക്കോർഡ്സും അതുപോലെ തന്നെ സൗണ്ട് സ്പെക്ട്രോഗ്രാഫും. മറ്റു ചില ടൂൾസ് ആണ് ഇംപ്ലാന്റഡ് മിനിയേച്ചറൈസ്ഡ് സിഗ്നൽ ജനറേറ്ററും ട്രാക്കിംഗ് റഡാറും അതുപോലെ ഡയറക്ഷൻ ഫൈൻഡിംഗ് എക്യുപ്മെൻറ്റും. എന്തൊക്കെയാണ്? ഇംപ്ലാന്റഡ് മിനിയേച്ചറൈസ്ഡ് സിഗ്നൽ ജനറേറ്റേഴ്സും ട്രാക്കിംഗ് റഡാർസും ഡയറക്ഷൻ ഫൈൻഡിംഗ് എക്യുപ്മെൻറ്റും. ഇവ പ്രധാനമായിട്ടും മൈഗ്രേഷൻ കാണിക്കുന്ന മാമൽസിലും ബേഡ്സിലും അതുപോലെ തന്നെ ലോക്കറ്റ്സിലൊക്കെ ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വരുന്ന മറ്റു ചില ഉപകരണങ്ങളാണ് ക്യാമറ ട്രാപ്സ്,
അപ്പോൾ ക്യാമറ ട്രാപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റിമോട്ട് വെച്ച് അത് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഒന്നാണ് ഡ്രോൺസ്. ഡ്രോൺസ് എന്ന് പറയുമ്പം ബേർഡ്സ് ഐ വ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ബേർഡ്സ് ഐ വ്യൂ പോലെ നമുക്ക് എന്താണ് ഇവ പോകുന്ന ആ ഹാബിറ്ററ്റ് ഒക്കെ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവയുടെ ആനിമൽ മൂവ്മെൻ്റ് എല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാനും അത് ട്രാക്ക് ചെയ്യാനും കഴിയും. പിന്നെ ഒന്നാണ് GPS ട്രാക്കിംഗ്. GPS ട്രാക്കിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആനിമൽ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ ആനിമൽ മൂവ്മെൻറ്റിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ കൃത്യമായിട്ട് അവയുടെ സ്പേഷ്യൽ എക്കോളജിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബയോലോഗേറ്റ്സ്. ബയോലോഗേറ്റ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടുള്ളതും ആനിമൽസിൻ്റെ പുറത്ത് നമുക്ക് വിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ബയോലോഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ആനിമൽസിൻ്റെ ബിഹേവിയറും അതുപോലെ തന്നെ അവയുടെ ഫിസിയോളജി പോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചില സോഫ്റ്റ്വെയറുകളുണ്ട്. ഫോർ എക്സാമ്പിൾ മെഷീൻ ലേണിംഗ് ആൻഡ് AI എന്ന് പറയുന്നത്. ഇതിൽ നമ്മളൊരു വീഡിയോ ഫുട്ടേജ് കൊടുത്താൽ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മളൊരു വീഡിയോ ഫുട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, അത് അനലൈസ് ചെയ്തിട്ട് ഇതെന്ത് ബിഹേവിയറൽ പാറ്റേൺ ആണെന്ന് അത് മനസ്സിലാക്കിയെടുക്കും. അതാണ് ആ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡീപ്പ് ലേണിംഗ് മോഡൽസ് ഉണ്ട്. ഡീപ്പ് ലേണിംഗ് മോഡൽസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ് ഡീപ്പ് ലാബ് കട്ട്, അതുപോലെ തന്നെ അനീപോസ്. എന്തൊക്കെയാണ് ഡീപ്പ് ലാബ് കട്ടും അനീപോസും? ഇവ എന്തിനൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ആനിമലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാനും അവയുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസും, അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇവയുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസും അതുപോലെ ആനിമൽ മൂവ്മെൻറ്റും വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ഡീപ്പ് ലേണിംഗ് മോഡൽസ് ആയിട്ടുള്ള ഡീപ്പ് ലാബ് കട്ട്, അതുപോലെ അനിമോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറുകൾ. സോ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇൻട്രസ്റ്റിംഗും ഇൻഫർമേറ്റീവുമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ്സ് രൂപത്തിൽ ഇടാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.